ശുഭ എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ചില ക്ഷേത്രങ്ങളിൽ ഉരുളി കമത്തി കുട്ടി ഉണ്ടാവുന്നത് യുക്തിസഹമോ എന്ന് ചോദിക്കാം. അവിടെ ആണ് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചോളം വിശ്വാസത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും നമ്മൾ സ്വയം നിരാശരാകുന്ന ഒരു സമയത്ത്, നമുക്ക് നമ്മളാൽ ഒന്നും കഴിയില്ല എന്നുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കുന്ന ഒരു കാര്യം, ആരെയാണ് ഞാൻ സഹായത്തിനായിട്ട് കാണേണ്ടത്? എനിക്ക് ചുറ്റും നിൽക്കുന്നത് ഞാൻ കാണുന്ന പലരും അവരോടൊന്നും ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുമെന്നുള്ള വിശ്വാസം പോലും എനിക്ക് ലഭ്യമല്ലാത്ത ഒരു സമയം. ആ സമയത്ത് നമുക്ക് അദൃശ്യമായിട്ടുള്ള ഈശ്വരനെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് അവിടെ വിശ്വാസം വരിക? ആ വിശ്വാസത്തിൽ മണ്ണാർശാല ക്ഷേത്രത്തിലാണ് ഉരുളി കമത്തുക എന്നുള്ള വഴിപാട് വളരെ പ്രശസ്തമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ ഉരുളി കമഴ്ത്തിയിട്ടുള്ള നിരവധി ആളുകൾക്ക് കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് അത്ഭുതം എന്താണ് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വിശ്വാസം എന്നുള്ള സാധനം ഇവരെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയും. മണ്ണാർശാല ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഒരു വഴിപാടായ ഉരുളി കമഴ്ത്തുന്നു. ഈ ഉരുളി കമഴ്ത്തി കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു വിശ്വാസത്തോടെ ആളോടൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസത്തോടെ നമ്മൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ മനസ്സമാധാനത്തോടെ നമ്മുടെ ജോലി ചെയ്യും. മണ്ണാർശാല ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണെങ്കിൽ ഈ വഴിപാട് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് കുട്ടി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടാവും. ഈ വിശ്വാസത്തോടെ ഞാൻ പ്രവർത്തിക്കും. വിശ്വാസത്തോടെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന എനർജി, ഇന്നലെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നപ്പോൾ ഞാൻ പ്രവർത്തിച്ച അതേ എനർജി ആവില്ല. വിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോൾ ആ എനർജിക്ക് വളരെയധികം വ്യത്യാസങ്ങളുണ്ടാവും. ആ എനർജി തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള, ഒരിക്കലും സാധ്യതയില്ലാത്ത ആളുകൾക്ക് അത് സംഭവിക്കാറില്ലായിരിക്കാം. എന്തെങ്കിലും സാധ്യതയുള്ളവർക്ക് അത് വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് ഇതിനകത്ത് മുഴുവൻ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം എന്ന് വെച്ചാൽ അചഞ്ചലമായ വിശ്വാസം, ഈശ്വരനോട് മാത്രമല്ല, ഇത് നടക്കും, ഇത് ശരിയാവും എന്നുള്ള വിശ്വാസത്തെ ആണ് ഒരുപക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിച്ചേ മതിയാവും.